ഒരു കമ്പനിയും അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അവർ കസ്റ്റമർ റേറ്റ് വെച്ച് കൊടുക്കില്ല. അവരത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യും. ഗ്രാനിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് പ്രശ്നമാക്കിയതൊന്നും എനിക്ക് അവിടെ ഒന്നും തരില്ല. കാരണം നമ്മൾ അവിടുത്തെ നാട്ടുകാരനല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. പക്ഷേ ആ ടൈൽസ് ഇപ്പം ഒരു 2-3 വർഷമായിട്ട് കേരളത്തിലേക്ക് വരികയാണ്. ഇത് ശരിക്കും മാർബിളിനൊക്കെ കോപ്പി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഈ ഇറ്റാലി മാർബിളിൻ്റെ ഡിസൈനിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ഇതൊക്കെ അതിൻ്റെ കാലഘട്ടം ഓൾറെഡി കഴിഞ്ഞു. ഒരു എക്സ്പോർട്ടിന് റിജക്റ്റ് ആണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മൈനസ് ഉള്ളതുകൊണ്ടാണ് അത് റിജക്റ്റ് ആക്കുന്നത്. പക്ഷേ അത് ആൾക്കാർ ചിന്തിക്കുന്നില്ല. ഹായ്, ഞാൻ ദിൽഷാദ്, പോസ്റ്റ് സെറാമിക്സിൻ്റെ പാർട്ട്ണറാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മീഡിയമാണല്ലോ സോഷ്യൽ മീഡിയ. അപ്പോൾ ഞങ്ങളും കസ്റ്റമറായിട്ട് കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളും ആ മീഡിയ തന്നെ സ്വീകരിച്ചേക്കാണ്. ഞങ്ങളുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റാണ്. ഇതെൻ്റെ പാർട്ട്ണർ അൻസിഫ്. പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ ഗസ്റ്റ് ഹോം മേക്ക് ഡിസൈൻ സ്റ്റുഡിയോൻ്റെ ആർക്കിടെക്ട് സാദിഖ് ബഷീർ അവർകളാണ്. അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നു. ഇപ്പോൾ സാദിഖ്, ഇപ്പോൾ നിങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ ഇപ്പോൾ എവിടെയൊക്കെയാണ്? കറൻലി നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ മൂവാറ്റുപുഴ, എറണാകുളം, പിന്നെ കോട്ടയം, പിന്നെ തൃശ്ശൂർ, ഈ ഭാഗങ്ങളിലാണ് കൂടുതലും ഇപ്പോൾ നമ്മുടെ വർക്ക് വരുന്നത്. ഇൻറ്റീരിയർ ബേസ്ഡാണ് കൂടുതലും. പിന്നെ റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു വീടിൻ്റെ കംപ്ലീഷൻ വരെ നിങ്ങൾ A to Z, അതായത് നമ്മൾ പ്ലാനിങ് മുതൽ ടേൺകീ വരെ ഉള്ള ടൈൽസിൻ്റെ ഡിസൈൻ വരെ നിങ്ങൾ പ്ലാൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇന്നേ ഡിസൈൻ അതെ. ഇപ്പം നമ്മൾ ഇൻറ്റീരിയറോ അങ്ങനെ എന്തെങ്കിലും ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഓൾറെഡി ടൈലിൻ്റെ പാറ്റേൺസോ അല്ലെങ്കിൽ ഏത് മോഡലാണ് വരുന്നതെന്നോ, ഐ മീൻ ഇപ്പം ഗ്ലോസി ടൈലാണോ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഫിനിഷാണോ. ശരിക്കും പൊതുവെ ഗ്ലോസി ആണോ മാറ്റാണോ ഒരു ആർക്കിടെക്റ്റിന് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? അത് ഓരോരുത്തരൊരു വിഷയനായിരിക്കും. എന്നാലും നിങ്ങൾ പറയൂല്ലോ, നിങ്ങളിങ്ങനെ ഇന്നേ ടൈലാണ് ഇന്നേ ഫിനിഷാണ് ബെറ്റർ എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഏതാ പറഞ്ഞു കൊടുക്കാൻ? അത് ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ക്ലയന്റിന്റെ ഒരു ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ചില കമ്പനിക്കാർ ഇപ്പം നമുക്കൊരു ഡിസൈൻ കാണിക്കുമ്പോൾ അവർ പറയും ആർക്കിടെക്ചർ ബേസ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർ കൂടുതലും കാണിച്ചു തരുന്നത് മാറ്റ് ബേസ്ഡ് ഡിസൈൻ. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചു ആർക്കിടെക്ടർമാർ എല്ലാവരും മാറ്റ് ആണോ ചൂസ് ചെയ്യുന്നത്? അല്ല, ഇപ്പം കൂടുതലും മാർക്കറ്റിലെ ഒരു കൂടുതലായിട്ട് പോകുന്ന ഒരു ടൈൽ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു മാറ്റാണ്. ഞങ്ങൾ കൂടുതൽ സെലക്ട് ചെയ്യുന്നത് മാറ്റാണ്, അല്ലെങ്കിൽ ഒരു ബട്ടർ ഫിനിഷോ ഫെദർ ഫിനിഷോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ്, അതായത് ഗ്ലോസിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യസ്തത. ഗ്ലോസി വളരെ കുറവായിട്ടാണ് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അത് നമ്മൾ ഡിസൈൻ പരമായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രമേ നമ്മൾ ഗ്ലോസിയിലേക്ക് പോകാറുള്ളൂ. അല്ലെങ്കിൽ എന്ത് മെയിൻ്റനൻസ് ഫ്രീയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ആ കോണ്ടെക്സ്റ്റിന് എന്താണോ ചേരുന്നത് ആ ഒരു രീതിയിലാണ്. ശരിക്കും മാറ്റ് എന്നുള്ള കോൺസെപ്റ്റ് എടുക്കാൻ എന്തെങ്കിലും ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് ഉണ്ടോ അതിനകത്ത്? അതിങ്ങനെ സെലക്ട് ചെയ്യാനുള്ള കാരണം അങ്ങനെ നമ്മൾ ഇൻറ്റീരിയർ ഇപ്പോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ഏതൊരു സ്റ്റൈലാണോ ആ സ്റ്റൈലിന് ചേരുന്ന ഒരു യോജിക്കുന്ന രീതിയിലുള്ള പോണല്ലോ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ടൈലും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്യുന്നത്. നമുക്കും അങ്ങനെ ലെൻസിബിൾ ശരിക്കും ഈ കസ്റ്റമർ ഡയറക്റ്റ് വരുമ്പോൾ ഗ്ലോസി സെലക്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആർക്കിടെക്ചർ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 70% മാറ്റാണ് നമുക്ക് ചൂസ് ചെയ്യുന്നത്. ഗ്ലോസി ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് എന്നൊക്കെയുള്ള ഒരു കുറച്ച് ഇതുണ്ട്. ഒരു പരമ്പരാഗത രീതിയിലുള്ള രീതിയിൽ എല്ലാവരും ഒരു കറ പിടിക്കും എന്നുള്ള കൺസെപ്റ്റിലാണ് വരുന്നത്. പക്ഷേ ആർക്കിടെക്ട് വരുമ്പോൾ ഒരു 90% അവർ പറയുന്നത് കാരണം ലൈറ്റ് റിഫ്ലക്ഷൻ ഉണ്ടാവില്ല, അങ്ങനെ ഒരു തീമൊക്കെയാണ് അവർ പറയുന്നത് ഈ മാറ്റിൽ വെച്ച് നോക്കുമ്പോൾ. പിന്നെ മാറ്റിൽ തന്നെ പോഷ് ഫിനിഷ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലീനിങ് ഒക്കെ സർഫസ് എളുപ്പമായിട്ടുള്ള ഫിനിഷസ് വരുന്നുണ്ട്. ഡിസൈൻ ശരിക്കും നിങ്ങൾ ഡിസൈനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ ബ്രാൻഡിനാണോ? അത് ഡിസൈനിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുള്ളൂ. ബ്രാൻഡ് നമുക്ക് ആവശ്യം വരുന്നത് അതിൻ്റെ വാറണ്ടി ഗ്യാരണ്ടി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലാണ് നമുക്ക് ബ്രാൻഡിൻ്റെ ആവശ്യം. ക്വാളിറ്റി എനിക്ക് തോന്നുന്നു ടൈൽസിൽ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരേ നല്ല എല്ലാവരും ഇപ്പം നമ്മൾ വിചാരിക്കുന്നതാണെങ്കിലും നമ്മളിപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ കാണുന്ന ചെറിയ ചെറിയ കമ്പനി പോലത്തെ സെറ്റപ്പാണ് അവിടെ ഗുജറാത്ത്. പക്ഷേ അവിടെ ഓരോരോ കമ്പനിയും 150, 200, 300 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ബ്രാൻഡിൻ്റെ പേര് നമ്മളിവിടെ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അവരൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മേക്ക് ചെയ്യുന്നത്, അതായത് ഒരു 80% എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അറിയാലോ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും നിങ്ങളിപ്പോൾ ടൈൽസൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഒരു ഇന്ന ബ്രാൻഡ് തന്നെ പറയുമോ അല്ലെങ്കിൽ ഇന്ന ഡിസൈനാണോ, എന്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക? എൻ്റെ ഒരു ഇതനുസരിച്ച് നമ്മൾ ബ്രാൻഡ് പറയാറില്ല. ഓക്കെ, നമ്മൾ ആ ഡിസൈനാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുക. പിന്നെ ബ്രാൻഡിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പുതിയ ഡിസൈൻസ് അവൈലബിൾ ആണ്. ഒരു കുറച്ചും കൂടെ നമ്മൾ കാണാത്ത കുറച്ച് ഡിസൈൻസ് വരുന്നുണ്ട് എന്നൊരു ഇതുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ ബ്രാൻഡുകളല്ലാത്തതിലാണ് ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് വരുന്നത്.
ഏറ്റവും കൂടുതൽ ബ്രാൻഡ് അല്ലാത്ത, ഇപ്പോൾ നോർമൽ ബ്രാൻഡ് എന്ന് പറഞ്ഞ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി ഒരു ഡിസൈൻ 2 വർഷം 3 വർഷമൊക്കെ കോമൺലി ഇത്രയും വൈഡ് ഏരിയയിൽ അവർ സ്റ്റുഡിയോ കോൺസെപ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഡിസൈൻ തന്നെ വർക്കൗട്ട് ചെയ്യും. ശരിക്കും അൺബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബ്രാൻഡ് എന്ന് പക്ക അൺബ്രാൻഡ് അല്ല, ഒരു സെമി ബ്രാൻഡായിട്ട് വരുന്നത്, ആടൊന്നും ചെയ്യാത്ത അത്യാവശ്യം ക്വാളിറ്റി വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ്. മീൻസ് ഈ ആർക്കിടെക്ട് ബേസ് ചെയ്തുള്ള പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് അവരായിരിക്കും. ഒരു യുണീക്ക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിലെന്താ പ്രശ്നം, അത് മാർക്കറ്റിലേക്ക് എത്തുന്നില്ലല്ലോ. അത് മാർക്കറ്റിൽ എത്തുന്നുണ്ട്, പക്ഷേ എന്താ അറിയുക, ഇപ്പം നമ്മൾ ഈ കേട്ട ഒരു 10-15 ബ്രാൻഡുകളല്ലേ ആൾക്കാരുടെ മൈൻഡിൽ, അതാണ് ബ്രാൻഡ് എന്നുള്ളത്. പക്ഷേ അതെല്ലാം ശരിക്കും മീൻസ് ഗുജറാത്തിൽ ഒരു 1200 കമ്പനികളുണ്ട്. ഈ 1200 കമ്പനികളും ഒരു കമ്പനിയൊക്കെ എന്ന് പറയുക ഒരു 10-40-50 ഏക്കറിലൊക്കെ സ്ഥലത്തൊക്കെ ഒരു കമ്പനി ഉണ്ടാവാൻ. ഒരു കമ്പനി എനിക്ക് തോന്നുന്നൊരു 100 കോടി മുതൽ 350-400 കോടി വരെ മുതൽ മുടക്കുള്ള കമ്പനികളാണ്. പക്ഷെ അതിൻ്റെയൊക്കെ പേരില്ലേ, നമ്മളിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് കാണുമ്പോണ്ടല്ലോ, നമ്മളിപ്പോൾ ഇന്ന് പറയുന്ന എല്ലാ ബ്രാൻഡിൻ്റെ ടൈൽസിനേക്കാളൊക്കെ എത്രയോ ക്വാളിറ്റി ഉണ്ടാവും. പക്ഷെ അത് ആൾക്കാരിലേക്ക് എത്തപ്പെടാനില്ലേ. മീൻസ് അവരും ഒരു ബ്രാൻഡിങ്ങിൻ്റെ പുറകെ പോകുന്നില്ല. അവരെന്ത് ചെയ്യുന്ന പറയുമ്പോൾ പ്രൈസ് കുറച്ചിട്ട് മാർക്കറ്റിൽ കൊടുക്കുക. പക്ഷേ നമ്മുടെ അവിടുത്തെ ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൈസ് കുറയുമ്പോൾ ക്വാളിറ്റി കുറയുക എന്നുള്ളൊരു ചിന്താഗതിയാണ്. അത് പലരും നമ്മളോടും ചോദിക്കാറുള്ള കാര്യമാണ്, ബ്രാൻഡ് എടുക്കണോ നോൺ ബ്രാൻഡ് എടുക്കണോ എന്നുള്ള രീതിയിൽ. ഇപ്പോഴാണെങ്കിലും പ്രൈസിൽ നമുക്കൊരു 30 രൂപ താഴെ വരെ ഭയങ്കര അങ്ങനെ പ്രൈസ് കുറവ് എന്നുള്ള കൺസെപ്റ്റ് ചോദിക്കുന്നത് വെച്ചാൽ ഈ ഹ്യൂജ് ആയിട്ടുള്ള ഈ പറഞ്ഞ 30 രൂപ 36 രൂപ താഴത്തേക്കൊക്കെ വരുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞ അതിൽ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഒരിക്കലും ഈ എക്സ്പോർട്ട് റിജക്റ്റ് ആകുന്ന പ്രൊഡക്റ്റുകൾ സെക്കൻഡ് ക്വാളിറ്റി. ഞാൻ തന്നെ എൻ്റെ അനുഭവം പറയണമെങ്കിൽ, ഞാൻ 2008 മുതലാണ് ഗുജറാത്തിൽ പോകാൻ തുടങ്ങി. 2003 മുതൽ ഫീൽഡിലുണ്ട്. 2008 ഗുജറാത്തിൽ പോയ സമയത്ത് നമ്മളിങ്ങനെ ഫാക്ടറിയിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ലോറിയിലൊക്കെ ലൂസ് പീസ് ടൈൽസുകൾ 5 ബോക്സ് 10 ബോക്സൊക്കെ വരുന്ന ടൈൽസുകൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ലോഡ് കയറ്റി പോകണതാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഫാക്ടറിൻ്റെ ഓണറോട് നമ്മൾ ചോദിച്ചിട്ട് ഇവിടത്തേക്ക് പോകണേ. അപ്പോൾ അവർ രാജസ്ഥാൻ, ബീഹാർ അതുപോലുള്ള ഏറ്റവും ലോ ലെവൽ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. പക്ഷെ ആ ടൈൽസ് ഇപ്പം ഒരു 2-3 വർഷമായിട്ട് കേരളത്തിലേക്ക് വരികയാണ്. അതൊരുപാട് ബ്ലോഗേഴ്സ് ബ്ലോഗ് ചെയ്തിട്ട് ടൈൽസിന് ഇത്രേ വിലയുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് കസ്റ്റമറുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ച്. അപ്പോൾ കസ്റ്റമർ ചിന്തിക്കുകയാണ് എല്ലാ ടൈൽസ് എന്താ വില. പക്ഷേ അതെന്താണെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പോർട്ടിന് റിജക്റ്റ് ആണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മൈനസ് ഉള്ളതുകൊണ്ടാണ് അത് റിജക്റ്റ് ആക്കുന്നത്. പക്ഷെ അത് ആൾക്കാർ ചിന്തിക്കുന്നില്ല. പിന്നെ കുറേ നമ്മളെപ്പോലത്തെ കടക്കാരാണെങ്കിലും ഇതേപോലെ സെക്കൻഡ് ക്വാളിറ്റി ടൈൽസ് സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചിട്ടും അങ്ങനെയൊക്കെ ആൾക്കാരെ. പിന്നെ ഇത് വേറൊരു കേസുണ്ട്. ഇതിലിപ്പം ഒരാൾ വീട് പണിയാൻ വരുന്നയോ അല്ലെങ്കിൽ ഒരു ഇത് പണിയാൻ അവർക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രക്ചർ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു സാധനമാണ് ടൈലിംഗും പെയിന്റിംഗും. ടൈലിലോട്ട് വരുമ്പോൾ അതിലൊരു ബഡ്ജറ്റ് വരും. ഡിഫറൻസ് എന്ന് പറയുന്നില്ലേ, ശരിക്കും പറഞ്ഞാൽ ടൈൽസ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ അതിൽ വ്യത്യാസം വരുന്നത് ചെറിയ ഒരു 5 രൂപ 10 രൂപ സ്ക്വയർ ഫീറ്റിന് മാറ്റം വരാൻ കോസ്റ്റ് വരുന്ന ഒരു വീടിന്റെ മാക്സിമം ഒരു 10,000 രൂപ വ്യത്യാസത്തിലായിരിക്കും ഇത്രയും ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റിലേക്ക് അവർ പോകുന്നത്. ഈ 10,000 രൂപ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഒരു വീട് പണിതാൽ ഓൾമോസ്റ്റ് ഒരു മിനിമം ഒരു 25-30 വർഷം എന്തായാലും എല്ലാവരും യൂസ് ചെയ്യും. ആ 30 വർഷത്തേക്ക് ഒരു 10,000, ബാക്കിയുള്ള അതിൻ്റെ ബാക്കി റോ മെറ്റീരിയൽസ് അതിനൊന്നും വ്യത്യാസം വരുന്നില്ല. അതിൻ്റെ ലേബർ കോസ്റ്റ് ഒന്നിനും അതിന് വ്യത്യാസം വരുന്നില്ല. വില കുറവ് ടൈൽസ് വില കുറഞ്ഞ് വെച്ചിട്ട് ലേബർ ചാർജ് വില കുറക്കില്ല. ആ കുറവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ അത്രയും ക്വാളിറ്റി കുറവുള്ള മെറ്റീരിയലാണ് ആ റേറ്റിന് കിട്ടുന്നത്. അതിനെന്തെങ്കിലും മൈല്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും അതിനകത്ത് എന്തായാലും. ഈ പറയുന്ന പോലെ എല്ലാത്തിനും പ്രശ്നം ഉണ്ടെന്ന് പറയാനും പറ്റുന്നില്ലല്ലോ. ചിലപ്പോൾ പ്രശ്നമില്ലാത്ത അല്ല റേറ്റ് ഈ പറഞ്ഞ അതിലൊരു മിനിമം റേറ്റ് വിട്ട് താഴത്തേക്ക് തന്നെ പ്രൊഡക്ട്സ് എല്ലാം ആ ഒരു പ്രശ്നം. കാരണം ഇപ്പോൾ ഈവൻ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് എടുത്താലും അതിനൊരു മാർക്കറ്റ് വാല്യൂ ഇട്ട് അതിൻ്റെ താഴത്തേക്ക് ആ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ അതിന് എന്തെങ്കിലും അതിലോട്ട് ഇപ്പോൾ ആരും നഷ്ടപ്പെടുത്തി കച്ചവടം ചെയ്യാൻ ആരും ബിസിനസ് ചെയ്യാൻ ആരും നോക്കുന്നില്ല. സ്ക്വയർ ഫീറ്റിന് എടുക്കുന്ന ഒരു റേറ്റിനേക്കാളും നിങ്ങൾക്കറിയാലോ, ഒരു ഉദാഹരണം പറഞ്ഞെങ്കിൽ ഒരു 2,000 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് എടുക്കുമ്പോൾ വേറെ ആൾ വന്നിട്ട് 1,800 രൂപ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ 2,000 രൂപ നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഒരു 1,900 നിങ്ങൾക്ക് കോസ്റ്റ് വരുന്നുണ്ടാവും. അപ്പോൾ 1,800 ഒരാൾ എടുക്കണമെങ്കിൽ അതിലവൻ എത്രത്തോളം കോംപ്രമൈസ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. മെറ്റീരിയലിന്റെ ക്വാളിറ്റിയിൽ ആ കോംപ്രമൈസ് ചെയ്തായിരിക്കും അത് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് എഫക്റ്റ് വരുന്ന പോലെ നമുക്കറിയാം ഇത് സംഭവം എന്താണെന്ന്. പക്ഷെ നമുക്ക് അടുത്ത ആളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ നമ്മൾ പറയുന്ന അയാളെത്രത്തോളം മനസ്സിലാക്കും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയുമ്പോൾ അയാൾ ചിന്തിക്കും ഇവൻ്റെ ലാഭം കൂടിയതാണ്, അതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ. ഇപ്പം ഞാനിപ്പോൾ എനിക്കൊരു ബിൽഡിംഗ് ഒരു വീട് എടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ സമീപിച്ച്, ഇപ്പോൾ നിങ്ങൾ എന്നോട് ഇത്ര കൊട്ടേഷൻ തന്നു. അപ്പോൾ അടുത്ത ഞങ്ങൾ എന്തായാലും ഒരു ഓട്ടോമാറ്റിക്കായി ഒരു 2 ആൾക്കാർ ചോദിക്കുമല്ലോ. അപ്പോൾ അടുത്ത ആളോട് ചോദിക്കുമ്പോൾ അയാൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും സാധിക്ക് നല്ല പണി വന്നിട്ട് അല്ലേ. ഇത് തന്നെയാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത്. അല്ല അതാണ് മാർക്കറ്റ്, അതങ്ങനെയാണല്ലോ മാർക്കറ്റ് ഓടുന്നത്. എല്ലാ ഫീൽഡിലും സെയിം സിസ്റ്റത്തിലാണ് ഓടുന്നത്. പക്ഷെ ചില ആൾക്കാരുണ്ട്, ചില കസ്റ്റമേഴ്സ് ഉണ്ട് വിട്ട് താഴത്തേക്കുള്ള ഈ കൺസെപ്റ്റിലേക്ക് പോകേണ്ടിരുന്നാൽ മതി. മീൻസ് ഒരു ആവറേജ് ഇപ്പോൾ ഒരു നോർമൽ ഒരു 4x2 ടൈലൊക്കെ വരുമ്പോൾ ഒരു 40 ആ റേഞ്ചൊക്കെ മുകളിലേക്കുള്ള എല്ലാ പ്രൊഡക്റ്റും അത്യാവശ്യം ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന കമ്പനിക്കാരൊക്കെ
40 റുപ്പീസ് ഒരു ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 60 ആ റേഞ്ച് ആണെന്ന് തോന്നുന്നു. അല്ല 40 റുപ്പീസ് തൊട്ട് 40 റുപ്പീസ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കമ്പനി കിട്ടും. കിട്ടും. അതിന്റെ ബിലോ വരുമ്പോൾ എന്തായാലും ക്വാളിറ്റിയിൽ അവർ കോംപ്രമൈസ് ചെയ്യും. കാരണം 100% വിട്രിഫൈഡ് ബോഡി ആയിരിക്കും. വിട്രിഫൈഡിനകത്ത് ബോഡിയിലൊക്കെ ചെറിയ മാറ്റം വരും. 1% 2% ഒക്കെ അബ്സോർബിങ് ബോഡി ഇടുമ്പോൾ കസ്റ്റമർ മനസ്സിലാവില്ല. പക്ഷെ അത് പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ അത് പാസ് ആവില്ല. കാരണം അതിൽ വാട്ടർ അബ്സോർബിങ് പവർ കൂടുതലുണ്ടാവും. എക്സാക്ട് വിട്രിഫൈഡിൻ്റെ വാട്ടർ അബ്സോർബിങ് പവർ 0.05 ആണല്ലോ. മറ്റേത് 1-2% ഒക്കെ അബ്സോർബ് ചെയ്യുമ്പോൾ പ്രൈസിൽ 2 രൂപ 3 രൂപ ഒക്കെ കുറവ് വരും. പക്ഷേ അത് ഒരു കമ്പനിയും അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അവർ കസ്റ്റമറിന് റേറ്റ് കുറച്ച് കൊടുക്കില്ല. അവരത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യും. അത് തന്നെയാണ്, അല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു ക്ലയൻ്റായിട്ട് ഷോപ്പിൽ വരികയാണ്. അപ്പോൾ ഞങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തരാനുള്ള ക്ലിയർ ആക്കാൻ പറ്റുമല്ലോ. അതായത് ടൈൽ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാം? ഞാനിപ്പോൾ ഒരു ക്ലയൻറ്റിനോട് പറയാൻ നമ്മൾ ഡിസൈനും കാര്യങ്ങളുമാണ് കൂടുതലും നോക്കിയെടുക്കുന്നത്, അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ. അതല്ലാതെ ഇതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ. ശരിക്കും ടൈൽസിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ബ്രാൻഡ് എന്നുള്ള സിസ്റ്റത്തിന് ഓൾറെഡി പിന്നെ കമ്പനി തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അൺബ്രാൻഡ് എന്ന സെഗ്മെൻറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നേരത്ത് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കടക്കാർ നൽകുന്ന ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഷുറൻസാണ് കടക്കാർ നൽകുന്നത്. അതിൽ ഇപ്പം നിലവിൽ അതിനകത്തൊരു ഇപ്പം നമ്മളിപ്പോൾ ഈ ഗ്രാനൈറ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശരിക്കും ജിഗിനി അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയി പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഗുജറാത്ത് ബേസ് ചെയ്തൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്നത്. അതിനകത്ത് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് അവിടെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ പുറത്തേക്കൊരു സർവീസ് നമുക്ക് ലഭിക്കുന്നില്ല. കാരണം ഒരിക്കലും ഒരു കമ്പനിക്കാരോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് മെറ്റീരിയൽ പർച്ചേസ് കൊടുക്കില്ല, മെറ്റീരിയൽ സപ്ലൈ കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു ട്രേഡർ മുഖേന അങ്ങനെയൊക്കെ ആയിരിക്കും അവർ പർച്ചേസ് ചെയ്യുന്നത്. അതിനകത്ത് പിന്നെ ആഫ്റ്റർ സർവീസ് എന്നൊരു സംഭവം അതിനകത്ത് കിട്ടുന്നില്ല അവർക്ക്. നിലവിൽ നമ്മൾ മാക്സിമം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള എന്ന് വെച്ചാൽ നമുക്ക് ആക്സസ് ഉള്ള സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതിൻ്റെ മെയിൻ സെല്ലിംഗ് അല്ല, ഇതിൻ്റെ മെയിൻ ഒരു അങ്ങനെ ആക്സസ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഈവൻ നമുക്കിപ്പോൾ ആക്സസ് നമുക്ക് പോയി പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലം. പക്ഷേ ഇപ്പോൾ എല്ലാ സ്ഥലത്തും പോയി പർച്ചേസ് ചെയ്യാം. അതിന് നമുക്ക് പറ്റിയ ഒരു ഡിസൈൻ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്ത് അതിപ്പോൾ ഏത് ഷോപ്പിൽ നിന്ന് എങ്ങനെയാണെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇപ്പം നമുക്ക് അടുത്തുള്ള നമ്മുടെ ഈ കേരളത്തിനുള്ളിൽ തന്നെയാണെങ്കിൽ അവർക്ക് സർവീസ് കിട്ടും. അതാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. അതല്ല, കാരണം കേരളത്തിനകത്തുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നിങ്ങളിൽ ത്രൂ അടുത്തൊരു കസ്റ്റമറിനെ കൂടി പ്രതീക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ സർവീസ് അവർ തരും. ഇപ്പം എന്തെങ്കിലും ടൈൽസിന് മീൻസ് എല്ലാ ടൈൽസും ഇപ്പോൾ ബ്രാൻഡ് ആണെങ്കിലും അൺബ്രാൻഡ് ആണെങ്കിലും കംപ്ലൈൻറ്റ് വരാൻ ചാൻസസ് കൂടുതലാണ്. അഥവാ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ അവർ കണ്ടെത്തി തരും. മീൻസ് അവർ കമ്പനിക്കാരെ വിളിച്ച് പറഞ്ഞിട്ട് അതിനെന്താണോ കോമ്പൻസേഷൻ ആണെങ്കിൽ അങ്ങനെ, അതല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ അവർ ചെയ്തിട്ട് അത് ക്ലിയർ ആക്കി തരും. പക്ഷെ ബാക്കി പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ഒരു സർവീസ് അവർ കിട്ടിക്കൊള്ളുന്നില്ല. കാരണം നമുക്കും ഇപ്പോൾ എനിക്കാണെങ്കിലും ഈ ടൈൽസ് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിപ്പം ബാംഗ്ലൂർ പോയിട്ട് ഗ്രാനൈറ്റ് എടുത്ത്, ഗ്രാനൈറ്റിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് പ്രശ്നമാക്കിയാലും എനിക്ക് അവിടെ ഒന്നും തരില്ല. കാരണം നമ്മൾ അവിടുത്തെ നാട്ടുകാരനല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. നമ്മളവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് വേറൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അറിയാം. അത് തന്നെയാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ ഇതുപോലെ നമ്മളോട് ക്ലയൻസ് കൂടുതലും ചോദിക്കാറുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ടൈല് ഒട്ടിക്കുന്നത്. നേരത്തെയൊക്കെ ഗമ്മില്ലാതെയാണ് ഒട്ടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഗമ്മിട്ട് അതിൻ്റെ വ്യത്യാസം നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ ഒട്ടിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ടൈൽസ് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കില്ലേ. ഇപ്പോൾ ഉള്ള ടൈൽസ്, പണ്ടത്തെ ടൈൽസ് എന്ന് പറയുമ്പോൾ സെറാമിക് ടൈൽസ്. അത് നമ്മൾ പണ്ടെല്ലാവരും എങ്ങനെ ലേ ചെയ്യുമ്പോൾ ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒട്ടിക്കുന്ന. അതെന്തിനാന്ന് പറഞ്ഞാൽ ടൈൽസിന് വെള്ളം കുടിക്കാൻ പറ്റില്ല. ടൈൽസ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സിമെൻറ്റ് ഒരു ക്യൂറിങ് പ്രൊഡക്റ്റ് ആണ്. അതിന് വെള്ളം കിട്ടിയാൽ മാത്രമേ അതിന് ഡ്യൂട്ടി ചെയ്യുള്ളൂ. ഇപ്പോൾ ഉള്ള ടൈലൊന്നും വെള്ളം കുടിക്കില്ല, വാട്ടർ അബ്സോർബിങ് ചെയ്യാത്ത ടൈൽസാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാ സിമെൻറ്റിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ സിമെൻറ്റ് അതിൻ്റെ വെള്ളം കിട്ടാണ്ടാകുമ്പോൾ അതിൻ്റെ ഡ്യൂട്ടി അത് കുറയും. അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ശൃംഗായിട്ട് നിൽക്കും. അത് കഴിയുമ്പോൾ പിന്നെ കൊട്ടുമ്പോൾ സൗണ്ടൊക്കെ കേട്ടിട്ട് ഉള്ളിൽ എയറൊക്കെ കയറും. ടൈൽസ് അദസീവിൽ ഒട്ടിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ അദസീവിൽ ഈ പോളിമറും ഫൈബറൊക്കെ ആഡ് ചെയ്തിട്ട് അത് ഈ സിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇത് സപ്ലൈ ചെയ്യും. അപ്പോൾ എന്തായാലും ചെറിയ ഡിഫറൻസ് ആണ് കസ്റ്റമർ വരുന്നത്. കസ്റ്റമറിന് തെറ്റിദ്ധാരണ ഇത്. കാരണം നമ്മൾ ഈ കടക്കാർ അഡസീവ്സിൽ ഒട്ടിക്കണം എന്ന് പറയുമ്പോൾ കസ്റ്റമർ ആയിരിക്കും ഇതെന്താ പണ്ട് ഈ സിമെൻറ്റിൽ ഇതൊക്കെയാണ് ഒട്ടിച്ചത്. പക്ഷേ പണ്ടത്തെ ടൈൽസ് അല്ല ഇപ്പോഴത്തെ ടൈൽസ്. ഇപ്പോഴത്തെ ടൈൽസ് വെള്ളം കുടിക്കാത്തതാണ്. അപ്പോൾ അത് അഡസീവിൽ ഒട്ടിച്ചാൽ മാത്രമേ അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. മറ്റേ ടൈൽസ് ഒട്ടും, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞാടി വരും. അതൊരു കുറേ ആൾക്കാർക്ക് ഇപ്പം നല്ല എഞ്ചിനീയർമാരൊക്കെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ടൈൽസിൻ്റെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം ഓരോ പ്രൊഡക്റ്റിൽ കൊണ്ടുവരണമല്ലോ. അപ്ഡേറ്റ് ഉണ്ടെങ്കിലാണല്ലോ നിലനിൽക്കുള്ളൂ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന ടൈൽസ് സിംഗിൾ ബാച്ചിൽ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കാൻ.
അതാകുമ്പോൾ കാരണം ബാച്ച് വ്യത്യാസം വരുമ്പോൾ നിങ്ങൾക്കും അറിയാം അതിൽ ചെറിയ രീതിയിൽ ഷെയ്ഡ് വ്യത്യാസവും കളർ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ബാച്ച് കിട്ടുകയാണെങ്കിൽ അത്ര നല്ലത്. അതായത് നമ്മളിപ്പോൾ എടുക്കുമ്പോൾ കറക്റ്റ് എക്സാക്ട് ക്വാണ്ടിറ്റി എടുക്കാതെ കുറച്ച് കൂട്ടി എടുക്കുക, എന്തെങ്കിലും ഒരു 5% എപ്പോഴും അധികം എടുത്തു വയ്ക്കുക. കാരണം ഇത് ഒരു ഡാമേജ് വരാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ബൈ ട്രാൻസ്പോർട്ടിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നാൽ, ലേ ചെയ്യുമ്പോഴൊക്കെ പ്രശ്നം വന്നാൽ ഒരു അല്ലെങ്കിൽ ലേ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക് അടക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ വന്ന് പൊട്ടി 1-2 പീസ് ഇപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും അത് റിട്ടേൺ ചെയ്യുകയോ ചെയ്യണം. അത് കസ്റ്റമർ റിട്ടേൺ കൊണ്ടുതരുമ്പോൾ ശരിക്കും അവർക്കത് ലോസാണ്. കാരണം പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ട് അവരിത് അന്വേഷിച്ച് വരുമ്പോൾ ആ ബാച്ച് കിട്ടത്തില്ല, ചിലപ്പോൾ ആ ഡിസൈനേ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ 1-2 ബോക്സ് ഉണ്ട് അവരോട്. അത് മാത്രമല്ല, ഇപ്പോൾ ടൈല് ലേ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ആ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൽ വേറെ കുറേ വർക്ക് ഉണ്ടല്ലോ, ഇതെല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒന്നാമത് നമ്മളിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന ടൈൽസ് എന്ന് പറഞ്ഞാൽ GVT ടൈൽസ് ആണ്. GVT ടൈൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലെയർ കോട്ടിംഗ് ആണ് അതിൻ്റെ മുകളിൽ. ഫുൾ ബോഡി അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അതിനകത്ത് ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറ്റണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു പീസസൊക്കെ എക്സ്ട്രാ വച്ചാൽ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ചിപ്പിങ്ങെല്ലാം വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെയിൻറ്റ് അതിൽ ഉറ്റിപ്പോയി, അപ്പോൾ അതൊക്കെ പ്രശ്നം വരും. അതുകൊണ്ട് 1-2 ബോക്സ് അവരവിടെ സേഫായിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇവർക്ക് കോമൺലി ആൾക്കാർക്ക് വരുന്ന വേറൊരു പ്രശ്നമാണ്, ആ പ്രശ്നമില്ല, അവർക്ക് വരുന്ന നോർമൽ ഡൗട്ട്സ് ആണ് ഈ സെറാമിക് ടൈൽസ് പിന്നെ GVT അല്ലെങ്കിൽ ഈ വിട്രിഫൈഡ് ടൈൽസ്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് നമ്മുടെ അടുത്ത് വരുന്ന ഒരു 80% ആൾക്കാർക്ക് ഇതിൻ്റെ എന്താണ് വ്യത്യാസം എന്ന് അറിയാത്തവരാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എല്ലാവർക്കും, ഈ ഇതെടുക്കാൻ വരുമ്പോഴും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ പറയുണ്ടായി കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ ഈ ഫീൽഡിൽ വന്നിട്ടുണ്ടെന്ന്. അതിനകത്ത് ഏറ്റവും വലിയ മാറ്റമാണ് സെറാമിക് ടൈലിൽ നിന്ന് വെട്രിഫൈഡ് ടൈൽസിലേക്ക് മൊത്തത്തിലുള്ള യുഗങ്ങൾ മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈൽസ് എല്ലാം സെറാമിക് ആണ്. മീൻസ് അത് വാട്ടർ അബ്സോർപ്ഷൻ ഉള്ളൊരു പ്രൊഡക്റ്റാണ് സെറാമിക് എന്ന് പറഞ്ഞ്. അത് വാട്ടർ പ്രൂഫൊക്കെ ചെയ്താണ് വരുന്നത്. പക്ഷേ വെട്രിഫൈഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും വാട്ടർ റിപ്പല്ലൻ്റ് ആണ് ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ശരിക്കും ഈ വാട്ടർ പ്രൂഫ് ചെയ്യാണ്ട് തന്നെ പ്രൊഡക്റ്റ് നേച്ചറലി ഉള്ള വാട്ടർ റിപ്പല്ലൻ്റ് ആണ് പ്രൊഡക്റ്റ്. അത് ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും, അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ ഇപ്പോൾ വരുന്ന ഈ ചെറിയ ചെറിയ ടൈൽസ് സെറാമിക് ടൈലാണെങ്കിലും അത് വാട്ടർ പ്രൂഫൊക്കെ ചെയ്തിട്ട് വരുന്നത്, മീൻസ് വാട്ടർ അബ്സോർബ് ചെയ്യില്ല. ഈ ടൈനി ടൈൽ സെഗ്മെൻറ്റ് അങ്ങനെയുള്ള ഡിസൈനർ കോൺസെപ്റ്റ് വരുന്ന ടൈൽസ് എല്ലാം ഓൾമോസ്റ്റ് വെട്രിഫൈഡിലുണ്ട്, സെറാമിക് ബോഡിയിലായിരിക്കും വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത്. ഹെങ്കോബ് ചെയ്ത് കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് വരുന്നത്. നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ് സാധിക്കും, എങ്ങനെ ഫീൽ ചെയ്ത് നമ്മുടെ ഷോപ്പിനെ കുറിച്ചിട്ട്? ഞാൻ കുറച്ച് മുമ്പാണ് നിങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തത്. നമ്മുടെ ഒരു പ്രോജക്റ്റിലേക്ക് ടൈലെടുക്കാൻ, അത് നിങ്ങളുടെ അടുത്ത് തന്നെ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് ഒരു യുണീക്ക് ഫാക്ടറായിട്ട് അവിടെ തോന്നിയത്, നമുക്ക് മറ്റെവിടെയും കാണാത്ത രീതിയിലുള്ള കുറച്ച് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ. എങ്കിൽ ബ്രാൻഡഡ് ടൈൽസ് അല്ല, ഒരു നോൺ ബ്രാൻഡഡിൽ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങൾ. അത് നമുക്ക് ആ ഷോറൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കതൊരു റിഫ്ലക്റ്റ് ചെയ്യേണ്ട സംഭവം. ശരിക്കും നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. മീൻസ് ബ്രാൻഡഡിൽ ഫോക്കസ് ചെയ്യാണ്ട് ഡിസൈനിൽ ഫോക്കസ് ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങളെപ്പോലത്തെ ആർക്കിടെക്ടർമാർക്കും അല്ലെങ്കിൽ കസ്റ്റമറിനും ഒരു സ്ഥലത്ത് കണ്ട ടൈൽസ് എല്ലാം അവർക്കൊരു പുതിയൊരു ഫീൽ വരണമല്ലോ അവർക്ക്. ഇത് വേറെ എവിടെയും കാണാത്ത ടൈൽസാണ്, ആ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ മോർബിയിലുള്ള അപ്ഡേഷൻസ് സ്പോട്ടിൽ തന്നെ നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എന്തായാലും 1 മാസം 2 മാസം കൂടുമ്പോൾ മോർബി വിസിറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ അപ്ഡേഷൻസ് അറിയാൻ പറ്റും, എന്തൊക്കെ പുതിയ പുതിയ ടൈൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കേരളത്തിലിവിടെ നമ്മുടെ ഷോറൂമിലേക്ക് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് കസ്റ്റമറിനും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു ഫീല് വരുന്നത്. നിലവിലിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ബ്രാൻഡ് അല്ലെങ്കിലും ഈ പറഞ്ഞത് ബ്രാൻഡ് അതുപോലെ തന്നെ നല്ല പ്രൊഡക്ട്സ് അടിച്ചിരിക്കുന്ന അങ്ങനത്തെ ബ്രാൻഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വർമോറ പോലെയൊക്കെയുള്ള ബ്രാൻഡുകളുണ്ട്. അതൊക്കെ ബ്രാൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ അവർക്കുള്ള പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൻ നോർമലായിട്ട് മറ്റുള്ള ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ നോർമലി ഇപ്പോൾ എല്ലാ ബ്രാൻഡിലും കിട്ടുന്ന ഒരു ഡിസൈൻസ് ആയിരിക്കും. സത്വാരി ഡിസൈൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും. അതിനെ വിട്ടിട്ട് കുറച്ച് പഞ്ച് മോഡൽ അങ്ങനെ കുറേ സീരീസുകളുണ്ട്. ഇതിനകത്ത് കുറേ ഇങ്ങനെ ടൈൽസിനകത്ത് നോർമൽ അല്ലാത്ത കറണ്ട് സീരീസൊക്കെ സാധാരണ നോർമൽ എല്ലാ ബ്രാൻഡിലും വരുന്നതാണ്. അല്ലാണ്ട് കുറച്ച് പഞ്ചായിട്ടും അതുപോലെ തന്നെ ഈ ഗ്ലിമ്മർ സീരീസെന്നും അതുപോലെ GHR ഫിനിഷ് അങ്ങനെയൊക്കെ കുറേ വെറൈറ്റീസ് ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. ആ പ്രൊഡക്റ്റൊക്കെ നമ്മൾ ഫസ്റ്റിൽ തന്നെ
ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ. വേറെ ഒന്നുമില്ല, അൻസിഫെ ഇപ്പം ബർമോർക്ക് മാത്രമായിട്ട് ഒരു പ്രൊഡക്റ്റ് വന്നേ. പിന്നെ ഈ ബർമോറ എന്ന് പറഞ്ഞ ബ്രാൻഡിലൊക്കെ IST എന്നൊക്കെ പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. IST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാർബിളിനൊക്കെ നേർ ബദൽ എന്ന് വെച്ചാൽ 20 mm 15 അല്ല 18 mm തിക്നെസ് ഒക്കെ വരുന്ന മെറ്റീരിയൽ. മാർബിൾ ഇപ്പോൾ നമ്മൾ എന്താണോ മേളിൽ കാണുന്ന ആ ലൈൻസ് ബാക്കിൽ വരുന്ന ആ സിസ്റ്റം ശരിക്കും മാർബിളിനൊക്കെ കോപ്പി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഈ ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ഇതൊക്കെ അതിൻ്റെ കാലഘട്ടം ഓൾറെഡി കഴിഞ്ഞു. ഓൾറെഡി അതിനൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിസൈൻസ് കുറവ്, അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ള കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പുതിയ IST മെറ്റീരിയൽസിലൊന്നും അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്ക് വരാം. പക്ഷേ നാച്ചുറൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ നാച്ചുറൽ സ്റ്റോൺ വേണ്ട സ്ഥലങ്ങളുണ്ട്. അതിനൊരു യൂണിക്നെസ് ഉണ്ട് ഈ പറഞ്ഞ നാച്ചുറൽ സ്റ്റോൺ ചെയ്യുന്നത്. അതിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. നല്ല നല്ല പ്രൊഡക്റ്റ് എടുത്തെടുത്ത് ഇപ്പോൾ അടിയിലേക്ക് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഇല്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പണ്ട് മാർബിൾ മാത്രം വിരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ മാർബിളിൻ്റെ ഒരു ടൈൽസും കൂടി ആയില്ലേ, മാർബിൾ മാത്രം ഇപ്പം പിടിച്ചിരിക്കാൻ പറ്റില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈൽസും മാർബിളും അല്ലെങ്കിൽ ഗ്രാനൈറ്റ് വെച്ച് നോക്കുമ്പോൾ കോസ്റ്റിൽ ഹ്യൂജ് ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. പിന്നെ മെറ്റീരിയൽ അവൈലബിലിറ്റി ഒരു ഭയങ്കര പ്രശ്നമാണ് ഈ നാച്ചുറൽ മെറ്റീരിയൽസിന്. പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽ കിട്ടാൻ നല്ല പാടാണ്. പിന്നെ ടൈൽസിൻ്റെ യുഗം വന്നു കഴിഞ്ഞപ്പോൾ നിലവിൽ ഇപ്പോൾ ടൈൽസിനകത്ത് ഏത് മെറ്റീരിയലിനും കോപ്പി എന്നുള്ള ഇറ്റാലിയൻ മാർബിളിലൊക്കെ സെയിം ഡിസൈൻ കോപ്പി ഒരു 100 രൂപ താഴെയുള്ള ടൈൽസിന് കിട്ടുകയല്ലേ നമുക്ക് ലഭിക്കുകയാണ്. അതാണ് ഇപ്പോൾ ടൈൽസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ്. ട്രാൻസ്പോർട്ടേഷൻ മാത്രം എളുപ്പമല്ല, ലേയിങ് കുറച്ചും കൂടി എളുപ്പമാണ് അവർക്ക്. പിന്നെ കസ്റ്റമറിനാണെങ്കിലും ലേ ചെയ്തിട്ട് പെട്ടെന്ന് വീട്ടിൽ കയറി താമസിക്കാനും എല്ലാം ഒരിതാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഒരു മലയാളി കൾച്ചർ വെച്ചിട്ട് എന്തായാലും 20-25 വർഷം കഴിയും പിന്നെ ഒരു റിനോവേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും എക്സ്പെൻസ് മുടക്കിയിട്ട് റിനോവേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ നേരെ പകുതി എക്സ്പെൻസ് വരുള്ളൂ ശരിക്കും. ഇപ്പോൾ നമുക്ക് റിനോവേഷൻ വർക്ക് അങ്ങനെ കാര്യങ്ങൾ കുറച്ച് വരുമ്പം വരുന്നൊരു ഇഷ്യൂ ആണ്. അതായത് നേരത്തെ വിരിച്ചിങ്ങനെ നല്ല വലിയ കൂടിയ മാർബിളാണ്, റിനോവേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം ചെയ്യും. അപ്പോൾ നിലത്ത് അത് തന്നെ കിടന്നോട്ടെ, നിങ്ങൾക്ക് ആ ഒരു സ്റ്റൈൽ അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ആ ഡിസൈനും ഈ മാർബിളായിട്ട് മാച്ച് ആവില്ല. അതെ, ടൈൽസ് ആകുമ്പോൾ അത്രയും എക്സ്പെൻസ് വരില്ല. അതുകൊണ്ട് തന്നെ അത് പൊട്ടിച്ച് കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. ഇത് 400-500 രൂപ ഉപയോഗിച്ചിട്ടുള്ള മാർബിളൊക്കെ പിന്നെയും പൊട്ടിച്ചാലും കസ്റ്റമർ ഭയങ്കര അത് ഫീൽ ആയിരിക്കും. അതെ അതെ അതെ. ശരിക്കും ഇൻസ്റ്റോളേഷൻ സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്? ശരിക്കും ഇൻസ്റ്റാളേഷൻ സമയത്ത് നമ്മൾ ടൈലെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു സൈറ്റിലോട്ടാണെങ്കിൽ നമ്മൾ ടൈലെടുക്കുമ്പോൾ തന്നെ അത് ഏത് ടൈല് ഏതൊരു പോർഷനിലേക്കാണ്, എക്സ്റ്റീരിയർ ആണോ ഇൻറ്റീരിയർ ആണോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ആണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ്റെ മുമ്പ് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിന് നോക്കുന്നുണ്ട്. അതായത് ഓരോ സ്ഥലത്തേക്കാണെങ്കിലും അതിൻ്റെ അഡിസീവ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ കുറേ കസ്റ്റമേഴ്സ് ഇല്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രേഡ് ഉണ്ടല്ലോ, ഇപ്പോൾ C2T, C1T, C2T. അപ്പോൾ കസ്റ്റമറോട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അഡസീവ് ഇന്നേ സ്ഥലത്തേക്ക് ഈ അഡസീവ് യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ചില കസ്റ്റമറായാലും ചില പണിക്കാരാണെങ്കിലും അവരതിനെക്കുറിച്ച് ബോധേഡല്ല. അപ്പോൾ അവർ പറയും അത് ഇത്ര വില ഇല്ലല്ലോ, ഈ വിലക്ക് വേറെ അഡസീവ്സ് കിട്ടുന്നുണ്ടല്ലോ. എന്ത് സാധനം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ഒരു ഫാക്ടറാണല്ലോ. അപ്പോൾ ഇന്നേ സ്ഥലത്ത് മീൻസ് എക്സ്റ്റീരിയർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വൈറ്റ് ബേസ്ഡ് അഡസീവ്സ് ഉപയോഗിക്കണം. അതായത് ഗ്രേ സിമെൻറ്റിനേക്കാളും സ്ട്രെങ്ത് കൂടുതലാണ് വൈറ്റിന്. അപ്പോൾ നമ്മളെല്ലാം കമ്പനിക്കാരെ മാക്സിമം പറയാൻ പറഞ്ഞാൽ വൈറ്റ് അഡസീവ്സ് ആണ് എക്സ്റ്റീരിയർ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ച് തന്നെയാണ് നമ്മൾ, അതായത് ഇൻസ്റ്റലേഷൻ്റെ സമയത്തല്ല, നമ്മൾ ടൈലെടുക്കുമ്പോൾ തന്നെ ഞാൻ പറയുമ്പോൾ ഇത് നോക്കി ഏത് സ്ഥലത്തേക്കുള്ള ആ ടൈലാണോ അതിന് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് എടുക്കുക. പിന്നെ അതുപോലെ ഇൻസ്റ്റലേഷൻ്റെ സമയത്ത് വർക്കേഴ്സ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. ഈ അഡ്വാൻസ്ഡ് ടൂൾസ്, അത് വൈബ്രേറ്റർ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനെ അത് നോക്കി ഒന്ന് ചെയ്യണം. പിന്നെ കുറച്ച് ചിന്തിച്ച് ചെയ്യാൻ കഴിയുള്ള വർക്കേഴ്സ് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ, അതൊരു അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവണം ഇത് ഇങ്ങനെ വന്നാൽ ഒരു ഭംഗിയാവും എന്നുള്ള രീതിയിൽ പിന്നെ ഈ ടൈല് ലേ ചെയ്യുന്നതിൽ കുറച്ച് മാൻ പവറിലാണ് ഇതിരിക്കുന്നത്. അതെ, ഡിസൈൻ ഇപ്പം നമ്മൾ പറയുന്ന ഒരു ഡിസൈൻ അങ്ങനെ തന്നെ വരണമെങ്കിൽ അത് ആ ലേബറിൻ്റെ ഒരു കഴിവുണ്ടാവും, എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു കഴിവുണ്ടാവും. അത് ഇതൊക്കെയാണ് ലൈൻ ടൈമിൽ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ബാത്റൂമിലൊക്കെ ആണെങ്കിലും നമ്മളിപ്പം എഡ്ജ് ആ ഒരു സ്പേസർ ഇട്ട് എപ്പോക്സി ഇട്ട് പോവുക, വാട്ടർ പ്രൂഫിങ് ചെയ്യുക. എനിക്ക് വാട്ടർ പ്രൂഫിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം ചില ആൾക്കാർ ഈ ഭിത്തി കംപ്ലീറ്റ് വാട്ടർ പ്രൂഫ് ചെയ്യും.
ശരിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, കറക്റ്റ് ഫ്ലോർ ലെവലല്ലേ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആക്ച്വലി അത് ഭിത്തി മൊത്തം വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു 3 ഫീറ്റ് അല്ലെങ്കിൽ 2 ഫീറ്റ് 2 ഫീറ്റ് വരെ എല്ലാവരും എത്തും ചെയ്താൽ മതി. അതായത് ആ ഒരു ഫ്ലോറും ഭിത്തിയായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ. അതുപോലെ തന്നെ ടൈൽ വിരിക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ എഡ്ജിൽ കൂടെ നമുക്ക് എപ്പോക്സി ചെയ്യുക. അതൊക്കെ മതി. ഭിത്തി മൊത്തം വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഒരിക്കലും. ചില സമയത്ത് ഇപ്പോൾ നമ്മുടെ കടയിലാണെങ്കിലും ഇപ്പോൾ ഈ നമ്മുടെ അഡസീവ്സ് കൊണ്ടുപോയിട്ട് ചില ആൾക്കാർ മീൻസ് ഭിത്തിയിലും വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് ഒട്ടുന്നില്ല എന്ന് പറയും. കാരണം കെമിക്കൽ തമ്മിൽ സെറ്റ് ആവില്ല. അപ്പോൾ അതിന് ആ ഒരു ഗ്രേഡ് കൂടി അഡസീവ്സ് യൂസ് ചെയ്യണം. സാധാരണ നോർമൽ ഗ്രേഡിൽ അഡസീവ്സ് കൊണ്ടുപോയിട്ട് വാട്ടർ പ്രൂഫ് ഒട്ടുന്ന അഡസീവ്സ് അതിന് ഗ്രേഡ് കൂടിയ ആ ഒരു പറഞ്ഞിട്ട് ഗ്രേഡ് കൂടി അഡസീവ്സിനെ യൂസ് ചെയ്യണം. ശരിക്കും ഇപ്പോൾ ആൾക്കാർ അണ്ടർ റേറ്റഡ് ആയിട്ട് കാണുന്ന ടൈൽസ് കണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കത് നല്ലൊരു സ്റ്റൈലായിട്ട് തോന്നുന്നുണ്ടാവും. അങ്ങനത്തെ ടൈൽസുകൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടൈൽസ് എന്ന് പറയാൻ പറ്റില്ല, അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഫ്ലോറിംഗ് മെറ്റീരിയലാണ് ഓക്സൈഡ് ഫ്ലോറിങ്. അതായത് നമ്മൾ പഴയ വീടുകൾക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന റെഡ് ഓക്സൈഡ് അങ്ങനത്തെ. അത് ഇപ്പം നമുക്ക് പലയിടത്തും ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റാണ് സാധനം. അത് സത്യം പറഞ്ഞാൽ ഒരു അണ്ടർ റേറ്റഡ് മെറ്റീരിയലാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ടൈൽസ്. ഈ ഇപ്പോൾ പറയുന്ന പോലെ മൊറോക്കൻ പാറ്റേൺസ് ഒക്കെ ഉള്ള പോലത്തെ ഒരു ടൈലാണ് ആത്തൻകുടി ടൈൽസ്. പക്ഷെ അതിങ്ങനെ എല്ലാവരെയും പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇച്ചിരി പാടായിരിക്കും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. ഡിസൈൻ ഒന്നൊരു മാച്ചിങ് ആയിരിക്കില്ല. അതെ 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 അതെ. അത് ഹാൻഡ് മെയ്ഡ് ടൈൽസ് ആണല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു പോരായ്മകൾ അതിനുണ്ടാവും. ഇപ്പം ഈ നമ്മൾ പറയുന്ന പോലെ ഈ മറ്റേ ടൈലിൻ്റെ ഒരു ഞാൻ അതിൻ്റെയൊക്കെ ഉണ്ടാക്കുന്ന റീൽസൊക്കെ നമ്മളിങ്ങനെ കാണും. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ടൈൽസ് അപ്പുറം ഇപ്പുറം മാറ്റി വെക്കും. നമ്മളിങ്ങനെ നോക്കുമ്പം ഒരു ടൈൽസ് മറ്റു ടൈൽസായിട്ട് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. അത് ആ ഒരു തീം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്, എനിക്കിഷ്ടമുള്ളൊരു തീമാണത്. എനിക്കത് ഈ ഓക്സൈഡ് ഫ്ലോറിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള മീൻസ് എങ്ങനത്തെ കസ്റ്റമേഴ്സാണ് അങ്ങനെയുള്ള ടൈൽസ് സെലക്ട് ചെയ്യുന്നത്? മീൻസ് അതൊരു നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെയുള്ളതെന്ന് പറയാൻ പറ്റില്ല. അതായത് ഒരു ട്രോപ്പിക്കൽ തീമിലേക്ക് വരുന്ന വീട് പഴം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ട്രോപ്പിക്കൽ തീം അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ വരുന്നവർക്കാണ് കൂടുതലും അതൊക്കെ. മീൻസ് വീട് ഇപ്പോഴത്തെ ഈ കണ്ടംപററി സ്റ്റൈൽ വീടെടുക്കുന്ന സമയത്ത് 4 കെട്ട് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനോട് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? അഡ്വൈസ് കൊടുക്കാനെന്ന് പറഞ്ഞാൽ, ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ വീടോ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ A to Z കാര്യങ്ങൾ അതിൽ പ്ലാൻ ചെയ്യുക. അതായത് നിങ്ങളുടെ ഇപ്പോൾ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലോറിങ്ങിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ഓൾമോസ്റ്റ് പ്ലാനിങ് കഴിയുമ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെയോ ടൈലിനുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ കണ്ടുവയ്ക്കുക. അല്ലെങ്കിൽ ടൈലിങ്ങിന് ഫ്ലോറിങ്ങിനായിട്ടുള്ള ബഡ്ജറ്റോ അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്ന് എടുക്കാം അങ്ങനെ കാര്യങ്ങളും എല്ലാം ഓരോ സ്റ്റേജും നമ്മളൊന്ന് പ്രീ പ്ലാൻ ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ ഒരു കാര്യങ്ങളെല്ലാം നിർത്താൻ പറ്റും. അതാണ് എനിക്കിപ്പം ഓഡിയൻസിന് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ്. മീൻസ് പ്രൈസിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ക്വാളിറ്റിയിലും കാര്യങ്ങളും കൂടി ഒന്ന് നോക്കി നമുക്ക് ആ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ ഒന്ന് പ്ലാൻ ചെയ്ത് പോകുക. ഇത് നോർമലി ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ടൈലിടാറാകുമ്പോൾ തലേന്ന് പോയി ടൈലെടുക്കുക എന്നുള്ളൊരു അത് ഒന്ന് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് അത്യാവശ്യം കാര്യങ്ങളിൽ കൂടി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും വാല്യുബിൾ ടൈം ഞങ്ങളോട് സ്പെൻഡ് ചെയ്ത സാദിഖ് സാറിന് നന്ദി പറയുന്നു. താങ്ക്സ്.